IPLന്റെ ട്രേഡിംഗ് വിൻഡോയിൽ സഞ്ജു സാംസണിന്റെ കൂടുമാറ്റത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. അദ്ദേഹത്തെ വാങ്ങാൻ താൽപ്പര്യമുണ്ടെന്ന് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് തുറന്നു സമ്മതിക്കുക കൂടി ചെയ്തതോടെ വരും ആഴ്ചകളിൽ എന്തും സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മലയാളി താരത്തിനായി രാജസ്ഥാൻ റോയൽസിനെ ഔദ്യോഗികമായി സമീപിക്കാനുള്ള നീക്കങ്ങളും ചെന്നൈ സൂപ്പർ കിങ്സ് വൈകാതെ തുടങ്ങുമെന്നാണ് വിവരം. പക്ഷേ റോയൽസിൽ സഞ്ജുവിൻ്റെ പ്രതിവർഷ ശമ്പളമായ 18 കോടി രൂപയുണ്ടാക്കുക എന്നതാവും ചെന്നൈയുടെ ആദ്യത്തെ വെല്ലുവിളി. നിലവിൽ വെറും 5 ലക്ഷം രൂപ മാത്രമേ അവരുടെ പേഴ്സിൽ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചില വലിയ താരങ്ങളെ മറ്റു ടീമുകൾക്ക് വിൽക്കാനായാൽ മാത്രമേ സഞ്ജുവിനെ സ്വന്തമാക്കാനുള്ള ചെന്നൈയുടെ ശ്രമം വിജയിക്കുകയുള്ളൂ. പണത്തോടൊപ്പം ഒരുപക്ഷെ ടീമിലെ താരമൂല്യമുള്ള ചില കളിക്കാരെ അവർക്ക് രാജസ്ഥാൻ റോയൽസിന് വിട്ടു നൽകേണ്ടിയും വന്നേക്കും. രാജസ്ഥാൻ റോയൽസിന് ട്രേഡിംഗ് വിൻഡോയിൽ CSK ടീം കൈമാറാൻ സാധ്യതയുള്ള ചില വമ്പൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഋതുരാജ് ഗെയ്ക്വാദ്. നിലവിലെ ക്യാപ്റ്റനും ഇന്ത്യൻ മുൻനിര ബാറ്ററുമായ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. സഞ്ജു സാംസണിനെ കൈമാറണമെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ചിലപ്പോൾ പകരമായി ഋതുരാജിനെ ആവശ്യപ്പെട്ടേക്കും. കഴിഞ്ഞ സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഓപ്പണറായും വൺ ഡൗണുമായെല്ലാം ബാറ്റിങ്ങിൽ ശ്രദ്ധേയമായ പല പ്രകടനങ്ങളും ഋതുരാജ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മെഗാലേലത്തിനു മുമ്പ് 18 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയത്. ചെന്നൈ വളർത്തിയെടുത്ത താരങ്ങളിൽ ഒരാളാണ് ഋതുരാജ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ റോയൽസിന് കൈമാറാൻ തയ്യാറായാൽ അത് വലിയ സർപ്രൈസ് തന്നെയായിരിക്കും. പക്ഷേ ഇതിഹാസ താരം MS ധോണിക്ക് പകരം ദീർഘകാലത്തേക്ക് മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ ചെന്നൈക്ക് അത്യാവശ്യമാണ്. ഈ റോളിലേക്ക് ഏറ്റവും അനുയോജ്യനാണ് സഞ്ജു സാംസൺ. നായകസ്ഥാനവും ഏറ്റെടുക്കാൻ സാധിക്കുമെന്നതിനാൽ ഋതുരാജിനെ റോയൽസിന് നൽകാനും അവർ തയ്യാറായേക്കും. അശ്വിൻ. ഇന്ത്യയുടെ വെറ്ററൻ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെയാൾ. കഴിഞ്ഞ മെഗാലേലത്തിൽ 9.75 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ CSK നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പക്ഷേ ബൗളിങ്ങിലോ ബാറ്റിങ്ങിലോ കാര്യമായ സംഭാവനകളൊന്നും നൽകാൻ അശ്വിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് വേണ്ടി അദ്ദേഹത്തെ വിട്ടു നൽകാനും ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറായേക്കും. 2022 മുതൽ 24 വരെ 3 സീസണുകൾ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചിട്ടുള്ള താരമാണ് അശ്വിൻ. സഞ്ജുവിൻ്റെ മികച്ച പല പ്രകടനങ്ങളും അദ്ദേഹവും കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിനെ ഇരു കൈകളും നീട്ടി ടീമിലേക്ക് തിരികെ വിളിക്കാനും റോയൽസ് തയ്യാറായേക്കും. അശ്വിനെ നൽകിയാലും 8 കോടിയിൽ കൂടി അധികമായി നൽകിയാൽ മാത്രമേ സഞ്ജുവിൻ്റെ പ്രതിഫലമായ 18 കോടിയിലെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുകയുള്ളൂ. രജിൻ രവീന്ദ്ര. ഭാവി സൂപ്പർ താരമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ന്യൂസിലാൻഡിൻ്റെ ഇന്ത്യൻ വംശജനായ ഓൾറൗണ്ടർ രജിൻ രവീന്ദ്രയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുത്തേക്കാവുന്ന മൂന്നാമത്തെയാൾ. കഴിഞ്ഞ 2 സീസണുകളിലായി രജിൻ ചെന്നൈ ടീമിനൊപ്പമുണ്ട്. മതിയായ അവസരങ്ങൾ അദ്ദേഹത്തിന് അവർ നൽകിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. 4 കോടിയാണ് നിലവിൽ താരത്തിൻ്റെ ശമ്പളം. ബാറ്റിങ്ങിൽ ഫ്ലോപ്പ് ഷോ തുടർന്നതോടെ രജിനെ പ്ലേയിങ് 11-ൽ നിന്നും പിന്നീട് ചെന്നൈ ഒഴിവാക്കുകയും ചെയ്തു. 8 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചത്. നേടിയതാവട്ടെ 191 റൺസ് മാത്രമാണ്. രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടാൽ രജിൻ രവീന്ദ്രയെ തീർച്ചയായും ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടു നൽകിയേക്കും.